ഹരേ കൃഷ്ണ. ഹനുമാൻ കഥയിൽ രാമരാവണ യുദ്ധമാണ് ഇനി നടക്കുവാൻ പോകുന്നത്. അഹിമഹി രാവണന്മാർ ശ്രീരാമലക്ഷ്മണന്മാരെ കാളിദേവിക്ക് ബലിയർപ്പിച്ച് കാണുമെന്ന് വിശ്വസിച്ചിരുന്ന രാവണൻ പുറത്തെ കോലാഹലം കേട്ട് പരിഭ്രമിച്ചു. എന്താണെന്നറിയാൻ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ കയറി നിന്ന് നോക്കി. അപ്പോൾ വാനരവീരന്മാരുടെ മധ്യത്തിൽ പുഞ്ചിരി തൂകിക്കൊണ്ട് നിൽക്കുന്ന ശ്രീരാമലക്ഷ്മണന്മാരെ കണ്ട് അന്തം വിട്ട് നിന്നുപോയി രാവണൻ. അപ്പോൾ രാവണ സന്നിധിയിലെത്തിയ ദൂതന്മാർ അഹിമഹി രാവണന്മാരുടെ മരണവൃത്താന്തം രാവണനെ അറിയിച്ചു. അത് കേട്ട് രാവണൻ ദുഃഖാകുലനായി. പുത്രന്മാർ, മന്ത്രിമാർ, അനുജന്മാർ, സേനാനായകന്മാർ, വേണ്ടപ്പെട്ടവരെല്ലാം യുദ്ധത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഓർത്തപ്പോൾ രാവണൻ്റെ ഹൃദയം വേദനിച്ചു. എങ്കിലും സീതാദേവിയെ വിട്ടുകൊടുക്കാൻ രാവണൻ തയ്യാറായില്ല. അയാൾ മൂലബലമെന്ന ശക്തിമത്തായ തൻ്റെ സൈന്യവുമൊത്ത് യുദ്ധകളത്തിലേക്ക് യാത്രയായി. ഇടിവെട്ടും പോലുള്ള തേര് തെളിച്ചുകൊണ്ട് ദിഗന്തങ്ങളെ മുഴക്കിക്കൊണ്ട് രാവണരഥം യുദ്ധഭൂമിയിലെത്തി. ഉഗ്രമൂർത്തിയായ രാവണനെ കണ്ട് വാനരപ്പട അത്ഭുതപ്പെട്ടു. വിഭീഷണൻ രാമനോടായി പറഞ്ഞു, മൂലബല സൈന്യത്തിലുള്ള യോദ്ധാക്കൾ അപാരശക്തിയും മായാതന്ത്ര വിദ്യകളും ഉള്ളവരാണ്. അത് കേട്ട് ശ്രീരാമചന്ദ്രൻ മൂലബലസേനയെ ലക്ഷ്യമാക്കി അസ്ത്രപ്രയോഗം നടത്തി. ശ്രീരാമൻ്റെ സമോഹനാസ്ത്രത്തിൻ്റെ മഹിമയിൽ രാക്ഷസന്മാർക്ക് മനോവിഭ്രാന്തി ഉണ്ടായി. സമോഹനാസ്ത്രപ്രയോഗത്തിൽ ശത്രുപക്ഷത്തിനെതിരിൽ നിൽക്കുന്നവരെല്ലാം ശ്രീരാമന്മാരാണെന്ന് തോന്നിച്ചു. ശ്രീരാമനും രാവണനും തമ്മിൽ രാക്ഷസപ്പടയും വാനരപ്പടയും തമ്മിലും ഏറ്റുമുട്ടി. രാക്ഷസ വീരന്മാരിൽ മുക്കാലും ചത്തൊടുങ്ങി. അത് കണ്ട് കുപിതനായ രാവണൻ തൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് മായാ സീതയെ സൃഷ്ടിച്ചു. അതിനുശേഷം ശ്രീരാമ ലക്ഷ്മണ എന്ന് വിലപിച്ചുകൊണ്ട് കരയുന്ന സീതയുടെ കഴുത്ത് വാളുകൊണ്ട് അയാൾ ഛേദിച്ചു. ദയനീയമായ ആ കാഴ്ച കണ്ട് വാനരവീരന്മാർ ബോധമറ്റ് നിലംപതിച്ചു. എന്നാൽ ഹനുമാന് മാത്രം അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പരിവ്രതയായ സീതാദേവിയെ നിഗ്രഹിക്കുവാൻ രാവണനല്ല, ഈ ലോകത്തിൽ ആർക്കും സാധ്യമല്ലെന്ന് ഹനുമാൻ അറിയാമായിരുന്നു. രാവണൻ്റെ മായ അകറ്റുന്നതിനു വേണ്ടി ശ്രീരാമൻ നാരായണാസ്ത്രം തൊടുത്തുവിട്ടു. അതോടെ രാവണൻ്റെ രാക്ഷസമായകൾ മാറിക്കെട്ടി. ഹരേ കൃഷ്ണ. ഈ കഥാഭാഗത്തിൻ്റെ ബാക്കി ഭാഗം അടുത്തതിൽ.